വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷം അതെ ഞാൻ ഒറ്റയ്ക്ക് ഒരു യാത്ര പോവാണ്. ഫ്ലൈറ്റൊക്കെ പിടിച്ച് ബാംഗ്ലൂർക്ക് പോവാണ്. പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടി ഉണ്ട്, വെപ്രാളമുണ്ട്, അങ്ങനെ പലവിധ വികാരങ്ങൾ ഇപ്പോൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ എന്താ വികാരം? പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല, നിർവികാരൻ ആസ് യൂഷ്വൽ. NGPB എല്ലാം പഠിച്ചിരിക്കണം. NGPBയുടെ ഫുൾ ഫോം അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. ഞാൻ പറയില്ല, കമന്റ് ചെയ്യാം. പിന്നെ അപ്പം എനിക്ക് ഈ വക വികാരം, എൻ്റെ വാക്കുകളൊന്നും വരുന്നില്ല, വക വികാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്താണ് എയർപോർട്ടിൽ കാണിക്കാൻ പോകുന്നത് എനിക്ക് തന്നെ അറിയില്ല. പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഈവെന്റിന് ഇൻവൈറ്റ് കിട്ടി യൂട്യൂബിൽ നിന്ന്. അതെനിക്ക് മിസ്സാക്കാൻ തോന്നിയില്ല. ഞാനിപ്പോൾ ടൈറ്റ് ഷെഡ്യൂളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടൈറ്റ് ഷെഡ്യൂൾ എൻ്റെ വർക്ക് റിലേറ്റഡ് ടൈറ്റ് ഷെഡ്യൂളൊന്നും അല്ല. കാരണം ഹോങ്കോങ്ങിൽ നിന്ന് വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ 4-ാം തീയതി എത്തി. 6-ാം തീയതി ആയിരുന്നു നന്ദുവിൻ്റെ ഡേറ്റ്. വർക്കല പോയി വന്നു കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. നല്ല മേത്തുവേദനയും നല്ല കാലുവേദനയും ഒക്കെ ആയിരുന്നു. മുട്ടൊക്കെ നല്ല അസല വേദനയായിരുന്നു. വർക്കലയിൽ പോയി 6-ാം തീയതി. അത് കഴിഞ്ഞ് ഇതിപ്പം 7-ാം തീയതിയാണ്. ഇന്നലെയാണ് വർക്കലയിൽ പോയത്. ഇന്ന് 7-ാം തീയതി ഇങ്ങോട്ട് ഫ്ലൈറ്റ് ബാംഗ്ലൂർക്ക് പോകുന്നു. 8-ാം തീയതിയാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. യൂട്യൂബിൻ്റെ ഇവൻ്റ് അത് ഗൂഗിൾ ഓഫീസിൽ വെച്ചിട്ടാണ്. ഒരു ഫുൾ ഡേ ഇവൻ്റാണ്. 10 to 6:30 ഗൂഗിൾ ഓഫീസിൽ വെച്ചിട്ട്. അപ്പോൾ അതെനിക്ക് മിസ്സാക്കാൻ തോന്നിയില്ല. കാരണം ഗൂഗിൾ ഓഫീസ് അങ്ങനെ എല്ലാവർക്കും പോയി കാണാൻ, നമുക്ക് വെറുതെ പോയി ഗൂഗിൾ ഓഫീസ് കാണാമെന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നൊരു സംഭവമല്ല. അപ്പോൾ അതെനിക്ക് അത്രയും നല്ലൊരു ഈവൻറ്റ് മിസ്സാക്കാൻ തോന്നിയില്ല. ഗൂഗിൾ ഓഫീസൊക്കെ കാണാൻ പറ്റുന്നൊരു സംഭവം, അത് നല്ലൊരു ഈവൻറ്റിന് ഇൻവൈറ്റ് കിട്ടിയപ്പോൾ അതൊരു നല്ല ചാൻസാണ്. കളയണമെന്ന് തോന്നിയില്ല. അപ്പോൾ അതെനിക്ക് പോകണമെന്ന് തോന്നി. അതിന് ആക്ച്വലി OnePlus ഒരാളെയും കൂടെ കൂട്ടായിരുന്നു. പിന്നെ അത് മുരളിയേട്ടനെയും കൂടെ നമുക്ക് ചാനൽ ഫേസിങ് ക്രിയേറ്റർ ആരെങ്കിലും കൂട്ടാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫ്രണ്ട്സിനെയൊന്നും കൂട്ടാൻ പറ്റത്തില്ല. ഒരു ചാനൽ ഫേസിങ് ക്രിയേറ്ററിനെയും കൂടെ ഇതിന് കൊണ്ടുപോകാനുള്ള ഇതുണ്ട്. പക്ഷേ മുരളിയേട്ടൻ അത് ഭയങ്കര ക്ഷീണമായി പോകും. കാരണം ഞങ്ങൾ വന്ന ഉടനെ വർക്കല 5 hours ഡ്രൈവ് ഉണ്ട്. പിന്നെ ഞാൻ നേരെ വന്ന് കോഴിക്കോടാണ് ഫ്ലൈറ്റ് ഇറക്കുന്നത്. അവിടുന്ന് തിരുനെല്ലി പോകണം. കാരണം 10-ാം തീയതിയാണ് നന്ദുവിൻ്റെ നാളെ വരുന്നത്, ബലിയിടാനായിട്ട്. അപ്പോൾ ഞാൻ കോഴിക്കോട് മുരളിയേട്ടൻ എന്നെ പിക്ക് ചെയ്യാനായിട്ട് ഡ്രൈവ് ചെയ്ത്, മുരളിയേട്ടൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് അവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ തിരുനെല്ലിക്കാണ് പോകുന്നത്. അപ്പോൾ ഭയങ്കര ടയേർഡായി പോകും മുരളിയേട്ടൻ ഡ്രൈവ് ചെയ്ത്. അതുകൊണ്ടാണ് മുരളിയേട്ടൻ വരാഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതിന് പിന്നെ ഞാൻ അവിടെ ചെന്ന് മീനാക്ഷിനെ ഇവിടെ താമസിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ മുരളിയേട്ടൻ ഇല്ലാതെ പോകുന്നതിൻ്റെ കുറച്ചൊരു ടെൻഷൻ. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വിട്ട് നിൽക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ല. ഞാൻ പപ്പ പോയ സമയത്ത് കുറച്ചാൾ അമ്മയുടെ കൂടെ, പക്ഷെ നന്ദു ഉണ്ടല്ലോ 6 മാസം മുരളിയേട്ടനെ ഇല്ലാതെ നന്ദുവായിട്ട് നിന്നിരുന്നു. പക്ഷെ ഇപ്പം ഈ അടുത്തൊന്നും നിന്നിട്ടില്ല. അതെനിക്ക് 10-20 എത്ര വയസ്സുണ്ടായിരുന്നു എപ്പോഴും. അപ്പം അത് കഴിഞ്ഞ് എത്ര വർഷമായി, ഇപ്പം നിന്നിട്ടില്ല. ഇപ്പം എനിക്കിങ്ങനെ വഴിയിലൊക്കെ എന്ത് സംഭവിക്കുമെന്ന് എൻ്റെ സ്വബോധം ഇല്ലാത്ത കാലമാണല്ലോ ഇതൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ. എനിക്ക് ബോധമില്ലാതായാലും എന്താ സംഭവിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. അത് ഞാൻ ഹോങ്കോങ്ങിൽ വെച്ച് തന്നെ സംഭവിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ. ട്രെയിനിലൊക്കെ ബോധം കിട്ടിയിട്ട് എവിടെ ഓടുന്നതെന്ന് തന്നെ എനിക്കറിയില്ല. അതൊക്കെയാണ് പേടി. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒന്നും വരാതിരിക്കട്ടെ. അതൊക്കെ ഞാൻ പറയും, നിങ്ങളോടും പറയുമല്ലോ. നിങ്ങളോടും പ്രസംഗിക്കും ഞാൻ പോസിറ്റീവായിട്ടിരിക്കണമെന്ന്. എല്ലാവരോടും ഞാൻ പ്രസംഗിക്കും. പ്രാവർത്തികമാക്കാൻ മരുന്നൊക്കെ ഉണ്ട് കയ്യില്. അതെ, ഒന്നും സംഭവിക്കില്ല. വീഡിയോ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. നിങ്ങളെ കുറച്ച് വെറുപ്പിക്കുമായിരിക്കും. ഇങ്ങനെ കുറച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും, വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കും. അങ്ങ് എത്തുന്നവരെ ഞാൻ വീഡിയോയിലൂടെ സംസാരമായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് വെറുപ്പീര് കുറച്ച് കേൾക്കേണ്ടി വരും. കാരണം വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം കിട്ടും. പിന്നെ മുരളിയേട്ടനെയും വിളിക്കും ഇടയ്ക്കിടയ്ക്ക്. അവിടെ ചെന്ന് കഴിയുമ്പോൾ കുഴപ്പമില്ല. ചേച്ചി ഉണ്ട് അവിടെ. ചേച്ചി ഇപ്പോൾ അവിടെ കുറച്ചാളായിട്ട് നിൽക്കുക, വാവയെ നോക്കാനൊക്കെ ആയിട്ട്. മീനാക്ഷിക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യം കുഴപ്പമില്ല. അവിടെ ഗോപിനൊക്കെ വിളിക്കാൻ എയർപോർട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആണ് കാര്യം. പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കുക.
ലാപ്ടോപ്പായിട്ടാണ് വന്നേക്കുന്നത്. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്തും ഫ്ലൈറ്റിലും ഒക്കെ കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഹോങ്കോങ് ഒരു വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ അതൊന്ന് എഡിറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ലാപ്ടോപ്പൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം എഡിറ്റ് ചെയ്യാം. ഇനിയും ബാംഗ്ലൂർ എയർപോർട്ടിലെത്തിയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ബാംഗ്ലൂർ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇപ്പോൾ പെട്ടി എടുക്കാനായിട്ട് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനൊരു ചെക്കിൻ പെട്ടി അയച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് എൻ്റെ സാധനങ്ങൾ ഹെയർ സ്ട്രൈറ്റ്നറൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ലഗേജിൽ വിടുമോ, ഹാൻഡ് ബാഗേജിൽ വിടുമോ എന്ന് ഡൗട്ടുണ്ടായിരുന്നു. എങ്ങനെ മീനാക്ഷിക്ക് കൊണ്ടുവന്ന സാധനങ്ങളും അതെല്ലാം CSFകാരെ എടുത്ത് കളഞ്ഞാലോ എന്ന് പേടിച്ച് ഞാനൊരു ചെക്കിൻ ലഗേജ് എടുത്തു. അല്ലാതെ വലിയ സാധനങ്ങളുണ്ടായിട്ടല്ല, 2 ഡ്രസ്സൊക്കെ ഉള്ളൂ. ഇതുകൊണ്ട് പക്ഷേ ഇത് അബദ്ധമായി. ഇതിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഒരു പ്രശ്നമാണ്. മീനാക്ഷി വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന് പറഞ്ഞു. പില്ലർ നമ്പർ പറഞ്ഞാൽ മതി എന്നാണ്. ഇജുവാവെ ആദ്യം കണ്ടപ്പോൾ കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അമ്മായി എന്നൊക്കെ ചെറുതായിട്ട് വിളിച്ച് കളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാനും ഭയങ്കര ഹാപ്പിയായി. ഇവൻറ്റിൻ്റെ അന്ന് രാവിലെ ഞാൻ റെഡിയാവാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇതൊരു കഫേൻ്റെ കഫേൻ്റെ അണ്ടർ ഐ ഈ സംഭവമാണ്. നല്ലതാണ് കേട്ടോ. ഞാൻ നേരത്തെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കണ്ണിൻ്റെ അടിയിൽ ഒന്ന് ഡൾനെസ് ഒക്കെ മാറി ഒന്ന് റിഫ്രഷ്ഡ് ആയതായിട്ട് തോന്നും. ഞാൻ പ്രോഡക്റ്റ് വേണമെങ്കിൽ ടാഗ് ചെയ്ത് റെഡിയായി ഞങ്ങൾ ഇറങ്ങുകയാണ്. ടാറ്റ പറയോ? ടാറ്റ. ടാറ്റ പറഞ്ഞു. പോവാം. ഗൂഗിൾ ഓഫീസിൽ എത്തിക്കഴിഞ്ഞു. എനിക്കെന്തോ ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെ ഒരു മിക്സഡ് വികാരം. ഈ രോമാഞ്ചമൊക്കെ വരിക എന്ന് പറയത്തില്ലേ, ആ ഒരു വികാരമാണ് കേട്ടോ. ഗൂഗിളിൻ്റെ ഒരു ഒഫീഷ്യൽ ID ഒക്കെ കിട്ടി. ഇതാണ് സാക്ഷാൽ ഗൂഗിൾ ബാംഗ്ലൂരിൻ്റെ എൻട്രൻസ്. ഗൂഗിൾ എഴുതി വെച്ചേക്കുന്ന കാണുമ്പോൾ എന്തൊരു സന്തോഷം, എക്സൈറ്റ്മെൻറ്റും ആണെന്ന് അറിയാമോ. അത് കഴിഞ്ഞ് അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ പേരും കിട്ടിയ ഇമെയിൽ ഇൻവൈറ്റൊക്കെ കാണിക്കുമ്പോഴത്തേക്കും കൈയിടാൻ ഒരു യൂട്യൂബ് ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ബാൻഡൊക്കെ കിട്ടി. ഒരു യൂട്യൂബറിനെ പരിചയപ്പെട്ടു, മെറിൻ അല്ലേ? മെറിൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞു, ക്രാഫ്റ്റ് മെറിൻ്റെ ക്രാഫ്റ്റ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. ചാനൽ പേര് ഫുള്ളായിട്ട് പേര് ക്രാഫ്റ്റ് മെറിൻ. എന്റെ പേര് ആണ്. ഓക്കെ സന്തോഷം കേട്ടോ പരിചയപ്പെട്ടവര്. പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കുറെ യൂട്യൂബിന്റെ കുറെ ഫോട്ടോ ബൂത്ത്, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ പല ക്രിയേറ്റേഴ്സിനെ പരിചയപ്പെട്ടു. മലയാളികളുണ്ടായിരുന്നു, അല്ലാതെ പല സ്ഥലത്തുനിന്ന് വന്ന പല ക്രിയേറ്റേഴ്സിനെ പരിചയപ്പെട്ടു. അത് അല്ലാതെ അവരുടെ ചാനലിന് വേണ്ടി കുറെ റീൽസ് അല്ലാതൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ എടുത്തു. ഇത് സെലിബ്രേറ്റ് വിത്ത് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഈ ഇവന്റിന്റെ പേര്. ഒരു സുന്ദരിക്കുട്ടിയാണ് പാർവതി, നമ്മുടെ സ്വന്തം തിരുവനന്തപുരംകാരിയാണ് കേട്ടോ. ആ ഒരു സ്നേഹം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് കുറേ റിഫ്രഷ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഫുഡ് അടിയിലോട്ട് വന്നിട്ടുണ്ട്. കാപ്പി എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡാണ് മുഖ്യം എന്ന് പറയുന്ന പോലെ. ഞാൻ തീറ്റയിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അറിയാമല്ലോ, തീറ്റയാണ് എനിക്ക് പ്രധാനം. ആളെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അറിയായിരിക്കില്ല, ഐശ്വര്യ ബ്ലഷ് വിത്ത് ആഷാണ്, ബ്യൂട്ടി വ്ളോഗറാണ്. കാണുന്നവർക്ക് അറിയായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ നേരത്തെ പരിചയപ്പെട്ടാണ്. ഇപ്പോൾ ഒന്നുകൂടെ പരിചയപ്പെട്ടു. അങ്ങനെ ഒരു കൂട്ടായി. ഒരു കൂട്ടം കൂടെ അങ്ങനെ ഞങ്ങളിരുന്ന് സ്നാക്സ് കഴിക്കാൻ പോവുകയാണ്. സ്നാക്സ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ കുറേ ഇങ്ങനെ ഗെയിം ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പുറത്തൊരു ഗെയിം കളിച്ചു. ചുമ്മാ കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അടുത്ത് ഇങ്ങനെ എന്തൊക്കെ ഷഫിൾ ചെയ്യാനായിട്ടുള്ളൊരു സംഭവം ഒന്ന് ചെയ്യുന്നു. ഈവൻറ്റ് നടക്കുന്ന ഹോളിനകത്ത് കയറി തീറ്റയെല്ലാം കഴിഞ്ഞ് ഇതാണ് സംഭവം അല്ലേ. കുറേ പേര്, ഞങ്ങളെല്ലാം മലയാളികളെല്ലാം ഒരുമിച്ചിരിപ്പുണ്ട് ഇവിടെ. ആ സൈഡിൽ ആണുങ്ങളെല്ലാം കൂടെ ഇരുന്നല്ലേ. എല്ലാവരും ഇവിടെ സ്കൂളിലൊക്കെ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന പോലെ ആണുങ്ങളെല്ലാം ഒരു സൈഡിലിരുന്നു. എല്ലാം കറക്റ്റായിട്ട് അങ്ങനെ ഇരുന്നു. ശരിയാണ്, എല്ലാവരും ഒരു സൈഡിലിരുന്നു. പുറയിലും എല്ലാവരും ഇരിപ്പുണ്ട്. ഇങ്ങനെ ഞങ്ങളിവിടെ സെറ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് സെഷൻ ഒരു 2 hours ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, നമുക്ക് യൂട്യൂബ് എങ്ങനെ കൂടുതൽ ബെനിഫിഷ്യൽ ആക്കാം എന്നൊക്കെ ഉള്ളതിനെ പറ്റിയായിരുന്നു. যদি তোর ডাক শুনে কেউ না আসে, একলা চলো রে, যদি তোর ডাক শুনে কেউ না আসে, তবে একলা চলো রে.
മോർണിംഗ് സെഷൻ തീരുന്നതിന് മുൻപേ തന്നെ ശുഭം റോയ് എന്ന് പറഞ്ഞിട്ടൊരു കന്നഡ സെലിബ്രിറ്റി സിംഗറിൻ്റെ ലൈവ് പെർഫോമൻസും ഉണ്ടായിരുന്നു. അതും വളരെ നല്ലതായിരുന്നു. മോർണിംഗ് സെഷൻ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു കേട്ടോ. ലഞ്ചിനെ പറ്റി ഞാൻ വീണ്ടും ഫുഡിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇത് ശരിക്കും വന്നത് എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. കാരണം സെഷൻസ് വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഓരോ സെഷൻസ് ആയിരുന്നു. വളരെ ഇൻട്രാക്റ്റീവ് ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ പാർട്ണർ മാനേജറിനോടൊക്കെ ചോദിക്കും. ലഞ്ച് സെഷൻ കഴിഞ്ഞിട്ട് ഒരു 1 hour ഒരു നല്ലൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ആക്ടിവിറ്റി തന്നേക്കുകയാണ് കേട്ടോ. ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 പേരെ, അത് മലയാളികളല്ലാത്ത 3 പേരെ പരിചയപ്പെട്ട് അവരുടെ കാര്യങ്ങൾ എവിടുന്നാണ്, ചാനൽ നെയിം, അവരുടെ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒരു വേർഡൊക്കെ പഠിക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലെ പുതിയ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് ഇവിടെ എഴുതണം. അങ്ങനെ എല്ലാവരും ഇങ്ങനെ എഴുതിയ ടിപ്പുകളാണിത്. ഞാൻ എഴുതിയത് ബി കൺസിസ്റ്റൻറ്റ്, നെവർ ലൂസ് യുവർ ഹോപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 3 പേരെ പരിചയപ്പെട്ടു. ഒരാൾ ഇപ്പോൾ ഈ ഇൻട്രാക്റ്റീവ് സെഷനിൽ പരിചയപ്പെട്ട 3 പേരാണ് മലയാളികളല്ലാത്ത. ഒരാൾ കാഞ്ചൻ, ഹാലു ഗുഡ്, പിന്നെ ഓവിയ ചെന്നൈ എന്നുള്ളത്. അത് പിന്നെ തമിഴ് വേർഡ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ ഞാൻ ഗുഡാണ് പഠിച്ചേക്കുന്നത്. നല്ല ഇറുക്ക്, സൂപ്പർ ഇറുക്ക് എന്നുള്ളത്, നല്ല ഇറുക്കെന്ന് പറഞ്ഞാൽ മതി. പിന്നെ കാഞ്ചൻ്റെ ചാനല് കോമഡി ചാനലാണ്. വേർഡ് ഞാൻ ചാനലിൻ്റെ പേര് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാഞ്ചൻ എന്തോന്നുമാണ്. പിന്നെ ദീഷ ഫ്രം ഒറീസയാണ്. ദീഷയുടെ ചാനൽ ദീഷ എന്ന് തന്നെയാണ്. ദീഷയുടെ കോണ്ടൻറ്റ് ഞാൻ മറന്നുപോയി. പിന്നെ ഓവിയയുടെ കോണ്ടൻറ്റ് ആർട്ടാണ്. ദീഷയുടെ നിന്ന് ഭാഷ പഠിച്ചത് ഒഡീസ ഭാഷ, ഇതേപോലെ ഫുഡിൻ്റെ ഭാഷ പഠിച്ചായിരുന്നല്ലോ. ഞാൻ വേഗം പോയി ചോദിച്ചിട്ട് വരട്ടെ. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സെഷനൊക്കെ കഴിഞ്ഞു. ഇനി ഈവനിങ് സ്നാക്സിൻ്റെ ഏരിയയിലോട്ട് വന്നേക്കാണ്. ഇവിടെ ഫുൾ കേക്ക്സും ഒക്കെയാണ്. ഈ സൈഡ് ഫുൾ പപ്സ്, പനീർ, പക്കോട, അങ്ങനത്തെ സംഭവങ്ങളാണ്. ഈവൻ്റൊക്കെ കഴിഞ്ഞ് ഗൂഗിൾ ഓഫീസിൽ ഞങ്ങൾ ഇറങ്ങുവാണ്. അത് ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. വലിയ പെട്ടി, എന്താണെന്ന് അറിയില്ല. അത് വീട്ടിൽ ചെന്ന് ഞാൻ അൺബോക്സ് ചെയ്യണം, പൊട്ടിച്ച് നോക്കണം. അങ്ങനെ ഇപ്പോഴത്തെ ഇവൻറ്റിൽ നിന്ന് നമുക്ക് ഇറങ്ങാം. ബൈ. കോഴിക്കോട് എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത്. കോഴിക്കോട് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ തിരുനെല്ലിക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ പെട്ടി വെയിറ്റ് ചെയ്ത്, ചെക്ക് പെട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. മുരളിയേട്ടൻ വെളിയിലുണ്ട്. അങ്ങനെ ഒരു നല്ല ട്രിപ്പായിരുന്നു കേട്ടോ. വാവയായിട്ട് കുറച്ചുകൂടെ കളിക്കാനൊക്കെ പറ്റി. അപ്പോൾ അതൊരു രസമാണ്. സാധാരണ വാവ അവിടെ ഒരു ദിവസത്തേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനെ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് വാവയ്ക്ക് കുറച്ച് ഇങ്ങനെ എടുക്കാനൊന്നും പറ്റാറില്ല, പരിചയക്കാരുള്ളതുകൊണ്ട്. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ നേരം നിന്നുകൊണ്ട് നല്ല വാവയായിട്ട് കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. മുരളിയേട്ടൻ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. എന്നാലും എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂടിയെന്ന് പറയാം. ഒറ്റയ്ക്കൊന്ന് ട്രാവൽ ചെയ്ത് അങ്ങനെ പോയി യൂട്യൂബർ ഈവൻ്റൊക്കെ അറ്റൻഡ് ചെയ്ത് ഗൂഗിൾ ഓഫീസൊക്കെ പോയി വിസിറ്റ് ചെയ്ത് തന്നപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഈ എയർപോർട്ടിൽ ഒറ്റയ്ക്ക് ആദ്യം ഇന്ന് തന്നെ ബാംഗ്ലൂരിൽ വന്നിട്ട് എനിക്ക് എങ്ങനെയാണ് ചെക്കിങ് ഒറ്റയ്ക്ക് അവിടെ ഇങ്ങനെ ഇതൊക്കെ എൻ്റർ ചെയ്ത് PNR ഒക്കെ നമ്മൾ എൻ്റർ ചെയ്ത് ഇതെടുക്കണം. ബാഗേജിൻ്റെ സ്ലിപ്പും ബോർഡിംഗ് പാസ്സും ഒക്കെ വെച്ചയ്ക്ക് മുള്ളിങ് ചെയ്തിരുന്നു. പക്ഷേ പ്രിൻ്റ് ഔട്ടൊക്കെ തന്നെ എടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ കിയോസ്കിൽ എൻ്റർ ചെയ്തെടുത്തു. ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ എടുത്തു. പെട്ടി വരുന്നുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്ക് നോക്കുന്നത്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇടയ്ക്ക് ഞാൻ രാത്രിയിൽ എന്തൊക്കെയോ ചേച്ചിയുടെ കൂടെ കിടന്ന് ചേച്ചി ഞാൻ ഉറക്കത്തിൽ എന്തൊക്കെ കരയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്നതായിരിക്കും. ഞാൻ മെഡിറ്റേഷൻ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ. എന്നാലും ഓരോ ദിവസം നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. നേരെ ഇവിടുന്ന് തിരുനെല്ലിക്കാണ് പോകുന്നത് നന്ദൂട്ടിയെ കാണാൻ. നാളെ വരുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.